بسم الله الرحمن الرحيم. الذي جعل لكم الأرض مهدا وسلك لكم فيها سبلا وأنزل من السماء فأخرجنا به أزواجا من نبات شتى كلوا وارعوا أنعامكم إن في ذلك لآيات لأولي النهى منها خلقناكم وفيها نعيدكم ومنها نخرجكم تارة أخرى. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ മതം 998 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് ത്വാഹയിലെ 53 മുതൽ 55 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലദീ ജഅല ലക്കുമുൽ അർള മഹ്ദ വസലക ലക്കും ഫീഹാ സുബുല വഅൻസല മിനസ് സമാഇ മാഅ ഫഅഖ്റജ്നാ ബിഹി അസ്വാജൻ മിൻ നബാതിൻ ശത്താ كلوا وارعوا أنعامكم إن في ذلك لآيات لأولي النهى منها خلقناكم وفيها نعيدكم ومنها نخرجكم تارة أخرى صدق الله العلي العظيم. സൂറത്ത് ത്വാഹയിലെ 53 മുതൽ 55 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മൂസ അലൈഹി ഇസ്ലാമുമായുള്ള സംഭാഷണത്തിനിടക്ക് ഫിറഔൻ മൂസ അലൈഹി ഇസ്ലാമിനോട് ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. ഫിറഔന്റെ അവകാശവാദം ഈജിപ്തിലെ മിസ്റിലെ മുഴുവൻ പേരുടെയും റബ്ബ് താൻ തന്നെയാണ് എന്നതായിരുന്നു. തനിക്ക് വിധേയപ്പെട്ട് തൻ്റെ നിയമക്രമങ്ങളെ പാലിച്ച് തൻ്റെ വിധേയത്വത്തിലായിട്ട് കഴിയുക എന്നത് മാത്രമേ ആ പ്രദേശത്തുകാർക്ക് അനുവദനീയമായിട്ടുള്ളൂ. തന്നെ കൺകാണ ദൈവമായി കൊണ്ട് നടന്ന് പൂജിക്കണം എന്നതാണ് അയാള് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന കാര്യം. എന്നാൽ മൂസ അലൈഹിസ്സലാം വ്യത്യസ്തമായ ഒരു കാര്യവുമായിട്ട് സമൂഹത്തെ അഭിസംബോധന ചെയ്തു തുടങ്ങിയപ്പോൾ ഫറോവയുടെ ആ സമഗ്രാധിപത്യത്തിൽ നിന്ന് അയാള് പീഡനങ്ങൾക്കിരയാക്കിക്കൊണ്ടിരുന്ന ആ അവസ്ഥയിൽ നിന്ന് ബനൂ ഇസ്രായേൽ സമൂഹത്തെ വിമോചിതരാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മൂസ അലൈഹിസ്സലാം അയാളെ സമീപിച്ച ഘട്ടത്തിലാണ് മൂസ അലൈഹിസ്സലാമിനോട് ഫറോവ ചോദിക്കുന്നത്, ഫമൻ റബ്ബുക്കുമായ മൂസ, മൂസ എങ്കിൽ പിന്നെ ആരാണ് നിങ്ങൾ ഇരുവരുടെയും നാഥൻ? ഇതാണ് ചോദ്യം. ഈ ഒരു അവസരം അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ, പ്രപഞ്ചനാഥനെ പരിചയപ്പെടുത്താൻ ഏറ്റവും യോജിച്ചതാണ് എന്ന് കണ്ടുകൊണ്ട് മൂസ അലൈഹിസ്സലാം നൽകുകയുണ്ടായ മറുപടിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച ആയത്തുകളിൽ അടങ്ങിയിട്ടുണ്ടായിരുന്നത്. മൂസ അലൈഹിസ്സലാം നൽകിയ ആ മറുപടി വിശദമായ ഒരു പരിചയപ്പെടുത്തലാണ്. അതിന്റെ
വളരെ കുറഞ്ഞ വാക്കുകളിലായിട്ട് അള്ളാഹുവിന്റെ അസ്തിത്വത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഏറ്റവും ഉപകരിക്കുന്ന ഏതാനും ചില വാക്കുകളിലായിട്ടാണ് മൂസ അലൈഹി ഇസ്ലാം അത് നിർവഹിക്കുന്നത്. അദ്ദേഹം നൽകിയ മറുപടി റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖ സുമ്മ ഹദ എന്നാണ്. അതിന്റെ ആദ്യ ഭാഗം അതാണ്. ഞങ്ങളുടെ നാഥൻ സകലതിനും അതിന്റെ ഉണ്മ നൽകിയ, അതിന്റെ രൂപഘടനയും പ്രകൃതവും നൽകിയ, എന്നിട്ട് അതിനു വേണ്ട ജീവിത മാർഗദർശനം നൽകുകയും ചെയ്തിട്ടുള്ളവനാണ് ഞങ്ങളുടെ റബ്ബ്. അപ്പോ ഫിറഔൻ തിരിച്ചു ചോദിക്കുന്ന ഫമാ ബാലുൽ ഖുറൂനിൽ ഊല, അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞുപോയ സമൂഹങ്ങളുടെ പിന്നിട്ട തലമുറകളുടെയൊക്കെ കാര്യം എന്താണ് എന്നാണ്. മൂസ അലൈഹി ഇസ്ലാം ഈ ഒരു ചോദ്യത്തിന്റെ അതിൽ പതിയിരിക്കുന്ന അപകടം മനസ്സിലാക്കിക്കൊണ്ട് വളരെ സമർത്ഥമായിട്ടാണ് മറുപടി നൽകുന്നത്. ഇൽമുഹ ഇൻദ റബ്ബി, അതേക്കുറിച്ചുള്ള അറിവ് എന്റെ നാഥന്റെ കയ്യിലാണുള്ളത്. ഫീ കിതാബ്, അത് സുരക്ഷിതമായിട്ട് ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നുണ്ട്. ലാ യളില്ലു റബ്ബി വലാ യൻസ, എന്റെ റബ്ബിന് പിഴവൊന്നും സംഭവിക്കുകയില്ല, അവൻ ഒന്നും മറന്നു പോവുകയും ഇല്ല. ഈ വിധത്തിലാണ് മൂസ അലൈഹി ഇസ്ലാം സമർത്ഥമായിട്ട് ഒരു മറുപടി അത് സംബന്ധമായിട്ട് നൽകുന്നത്. കഴിഞ്ഞുപോയ സമൂഹങ്ങളുടെ കാര്യം എന്താണ്, നമ്മുടെ പ്രപിതാക്കന്മാരുടെ വിധി എന്താണ്, അവരുടെ പരിണിതി എന്താണ് എന്നൊക്കെ ചോദിച്ചതിന്റെ താല്പര്യം മൂസ അലൈഹിസ്സലാം അവരൊക്കെ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടോ അള്ളാഹുവിന് വഴിപ്പെടാതെയോ ഒക്കെ മരിച്ചുപോയ ആളുകളായതുകൊണ്ട് അവരൊക്കെയും നരകത്തിൽ ചെന്ന് പതിക്കും എന്ന ഒരു പ്രതികരണം നടത്തുകയാണെങ്കിൽ അത് ഈ ആളുകളിൽ കേട്ടു നിൽക്കുന്ന സമൂഹത്തില് വലിയ പ്രതിഷേധവും എതിർപ്പും ഒക്കെ ഉളവാക്കും എന്നൊരു പ്രതീക്ഷയിലാണ് ഈ ആളുകളെ എളുപ്പത്തിൽ മൂസ അലൈഹിസ്ലാമിനെതിരിൽ തിരിച്ചുവിടാൻ സാധിക്കും എന്ന കണക്കുകൂട്ടലിലാണ് ഫിറഔൻ ഈ ചോദ്യം ഉന്നയിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ളത്. പക്ഷെ അതിൽ അടങ്ങിയിരിക്കുന്ന അപകടം, അതില് പതിയിരിക്കുന്ന ആ പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ട് വളരെ സമർത്ഥമായി ഒരു മറുപടി നൽകുകയാണ് മൂസ അലൈഹി ഇസ്ലാം ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും എല്ലായിടത്തും വെളിപ്പെടുത്തേണ്ടതില്ല. അതേസമയത്ത് കാര്യങ്ങളിൽ കൃത്യതയുള്ള വിധം സത്യാധിഷ്ഠിതമായിട്ട് മറുപടി നൽകുകയും വേണം. ഈ ഒരു പ്രിൻസിപ്പിൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മൂസ അലൈഹി ഇസ്ലാം നൽകിയിട്ടുള്ള മറുപടിയാണ് നമ്മൾ ഇവിടെ വായിക്കുകയുണ്ടായത്. ഇവിടെ എന്റെ റബ്ബിന് പിഴവൊന്നും സംഭവിക്കുന്നില്ല. ലാ യളില്ലു റബ്ബി വലാ യൻസ, എന്റെ റബ്ബിന് പിഴവൊന്നും സംഭവിക്കുന്നില്ല, അവനൊന്നും മറക്കുന്നുമില്ല എന്ന് പറയുന്നതോടുകൂടി മൂസ അലൈഹിസ്സലാമിന്റെ ഈ മറുപടി, അദ്ദേഹത്തിന്റെ വാക്കുകൾ അവസാനിക്കുകയാണ്. പക്ഷെ അള്ളാഹുവിനെ കുറിച്ചുള്ള വിവരണം അവിടെ അവസാനിക്കുന്നില്ല. വളരെ നിസ്തുലമായ ശ്രദ്ധേയമായ ഒരു ശൈലി വിശുദ്ധ ഖുർആന്റേതായി ഉള്ളതായി ഞാൻ പലപ്പോഴും ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആള് നമ്മൾ അറിയാതെ തന്നെ ആ സംസാരിക്കുന്ന ആള് മാറുന്നു എന്നതാണ്. ഇതുവരെ മൂസ അലൈഹി ഇസ്ലാമാണ് സംസാരിച്ചതെങ്കിൽ ആ ഒഴുക്കിന് യാതൊരു തടസ്സവും നേരിടാത്ത വിധത്തില്, ആ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയത്തില് യാതൊരു ഭംഗവും വരാത്ത വിധത്തില് സംസാരിക്കുന്ന ആളുടെ, സ്പീക്കറുടെ ഐഡന്റിറ്റി മാറുന്നതാണ് നമ്മൾ കാണുന്നത്. പലയിടത്തും ഖുർആനിൽ ഈ ശൈലിയുണ്ട്. ഇത്തരം രീതിയിൽ മനുഷ്യർ അവരുടെ സർഗാത്മക രചനകളിൽ അങ്ങനെ ഒരു ശൈലി സ്വീകരിക്കുകയാണെങ്കിൽ അത് വലിയ ദുർഗ്രാഹ്യത ഉണ്ടാക്കാൻ, ആശയക്കുഴപ്പം ഉണ്ടാക്കാനൊക്കെ കാരണമാണ്. പക്ഷെ വിശുദ്ധ ഖുർആനിൽ നിരന്തരം ഈ ശൈലി പ്രയോഗത്തിൽ കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെയൊന്നും തന്നെ
ദുർഗ്രാഹ്യത ഉടലെടുക്കുകയോ എന്തെങ്കിലും ആശയപരമായ സങ്കീർണത ഉണ്ടാവുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് തുടർന്ന് ഇന്ന് നമ്മൾ വായിച്ചു വെച്ച ആ വാചകങ്ങൾ, അത് മൂസ അലൈഹി ഇസ്ലാം ഏതൊരു റബ്ബിനെയാണോ പരിചയപ്പെടുത്തുന്നത് ആ റബ്ബിന്റെ പ്രത്യേകതകളെ വിലയിരുത്തുകയും അതിനെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്യാണ്. എന്നാൽ നമ്മൾ ഇന്നലെ അവസാനിപ്പിച്ച ആയത്തില് ഇതേ കാര്യം പറയുന്നുവെങ്കിലും അത് പറഞ്ഞുകൊണ്ടിരുന്നത് മൂസ അലൈഹി ഇസ്ലാമാണ്. ഫിറൗനുള്ള മറുപടിയായിട്ട് മൂസ അലൈഹി ഇസ്ലാം പറഞ്ഞ കാര്യങ്ങളാണ് വലായൻസ എന്ന വാക്ക് വരെ അടങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹുവിന്റെ പ്രത്യേകതകളെ വിവരിക്കുക തന്നെയാണ്. പക്ഷെ ആ വിവരണം നടത്തുന്നത് മൂസ അലൈഹി ഇസ്ലാം അല്ല. മൂസ അലൈഹി ഇസ്ലാമിന്റെ വാക്കുകൾ വലായൻസ എന്നതോടുകൂടി അവസാനിക്കുകയാണ്. തുടർന്ന് അല്ലദീ ജഅല ലക്കുമുൽ അർള മഹ്ദ. പിന്നീട് അള്ളാഹുവാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ഭൂമിയെ ഒരു തൊട്ടിലാക്കി തന്നവനാണ് അവൻ. അല്ലദീ ജഅല ലക്കുമുൽ അർള മഹ്ദ. ഒരു മഹ്ദായിട്ട് നിങ്ങൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് കഴിയാൻ പറ്റുന്ന ഒരു ഇടമായി ഭൂമിയെ ഒരുക്കി തന്നിട്ടുള്ളത് അവനാണ്. നേരത്തെ അള്ളാഹുവിനെ കുറിച്ച് മൂസ അലൈഹി ഇസ്ലാം പറഞ്ഞല്ലോ, ഒമാ ബാലുൽ ഖുറൂനിൽ ഊല എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞത് ഇൽമുഹാ ഇൻദ റബ്ബി ഫീ കിതാബ്. അതിനെക്കുറിച്ചുള്ള അറിവ്, അത് സംബന്ധമായ ഇൻഫർമേഷൻ എന്റെ റബ്ബിന്റെ കയ്യിലാണ്, അതൊരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതുമാണ്. എന്റെ റബ്ബിന് പിഴവൊന്നും സംഭവിക്കുകയില്ല, അവനൊന്നും മറക്കുകയുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മൂസ അലൈഹി ഇസ്ലാം ആ വാചകം അവസാനിപ്പിക്കുന്നത്. എന്നാൽ തുടർന്ന് അള്ളാഹു പറയുന്ന വിധത്തിലാണ്. പക്ഷെ ആശയപരമായി ഈ ഇവിടെ പരിചയപ്പെടുത്തപ്പെട്ട അള്ളാഹുവിന്റെ വേറെ ചില തലങ്ങളും പ്രത്യേകതകളും ഒക്കെ വെളിപ്പെടുത്തുകയാണ്. അല്ലദീ ജഅല ലക്കുമുൽ അർള മഹ്ദ. ആരാണ് ഈ അള്ളാഹു? അവനാണ് നിങ്ങൾക്കായി ഭൂമിയെ ഒരു തൊട്ടിലായിട്ട് ഒരുക്കി തന്നിട്ടുള്ളത്. തൊട്ടില് എന്ന പദം വലിയ അർത്ഥസൂചനകൾ നൽകുന്ന പദമാണ്. മനുഷ്യനൊരു പക്ഷേ അവന്റെ ഏറ്റവും ദുർബലമായ അവസ്ഥയിലും ശൈശവത്തിന്റെ ആ നിസ്സഹായതയുടെ ഘട്ടത്തിലൊക്കെ അവന് ഏറ്റവും കംഫർട്ടബിൾ ആയ ഒരു ഇടം അവന് ശയിക്കാൻ, അവന് സമയം ചെലവഴിക്കാനൊക്കെ പറ്റുന്ന ഒരു ഇടം, അത് അവന്റെ തൊട്ടിലാണ്. തൊട്ടിലിന് നമ്മൾ മനസ്സിലാക്കുന്ന പോലെയുള്ള ഒരുപാട് സൗകര്യങ്ങളും കംഫർട്ട്സും ഒക്കെ ചെറിയ ശിശുക്കളെ സംബന്ധിച്ചിടത്തോളം നൽകാൻ സാധിക്കും. ഭൂമുഖം അള്ളാഹു ആ വിധത്തില് വളരെ കംഫർട്ടബിൾ ആയിട്ട് സജ്ജീകരിച്ചു വെച്ചിരിക്കുകയാണ് മനുഷ്യന് വേണ്ടി. ആരാണോ ഭൂമിയെ ഈ വിധത്തിൽ ഒരു തൊട്ടില് പോലെ ഒരുക്കി വെച്ചിട്ടുള്ളത് അവനാണ് നിങ്ങളുടെ റബ്ബ് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞുപോയ സമൂഹങ്ങളുടെയൊക്കെ ഗതിവിഗതികൾ, അവരുടെ ആക്ഷേപത്ത് എന്താണ് എന്നത് തന്റെ കയ്യിലുള്ള ഗ്രന്ഥത്തില് ആരാണോ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് അവനാണ് അള്ളാഹു. അവന് ഒരു കാര്യത്തിലും പിഴവ് സംഭവിക്കുന്നില്ല, അവനൊന്നും മറന്നു പോകുന്നുമില്ല. അവൻ നിങ്ങൾക്ക് ഭൂമിയെ ഒരു തൊട്ടില് പോലെ ആക്കി തന്നിരിക്കുന്നു. ജഅല ലക്കുമുൽ അർള മഹ്ദ. ഭൂമിയെ നിങ്ങൾക്ക് ഒരു തൊട്ടിലാക്കി തന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതര ഗോളങ്ങൾക്ക് ഇല്ലാത്ത, അല്ലെങ്കിൽ ഉണ്ടെന്ന് നമുക്ക് ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ലാത്ത പല പ്രത്യേകതകളും ഭൂമിയില് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. ഭൂമിയിലെ വായുവിന്റെ ലഭ്യത, വെള്ളത്തിന്റെ ലഭ്യത, അതുപോലെ താപം ക്രമീകരിച്ച് നിർത്തിയിരിക്കുന്ന അവസ്ഥ, ഇവിടെ മഴ ലഭിക്കുന്ന സാഹചര്യം, വേനല്, വസന്തം, ഇതുപോലെയുള്ള ഈ ഋതുഭേദങ്ങള്, ഇതൊക്കെ തന്നെ ഭൂമിയെ വളരെ കംഫർട്ടബിൾ ആയ ഒരു തൊട്ടിലിനോട് ഉപമിക്കാവുന്ന അവസ്ഥയിൽ സജ്ജീകരിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ ആകർഷകമായ, ഹരിതാപമായ
വർണ്ണപ്പകിട്ടുകളോടുകൂടിയുള്ള ഒരു ഉദ്യാനം പോലെ തോന്നിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് പലയിടത്തും ഭൂമിയിൽ ഒരുക്കപ്പെട്ടിരിക്കുന്നത് നമ്മൾ കാണുന്നത്. അതിനുവേണ്ടി അള്ളാഹു പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന വർണ്ണങ്ങൾ അതും വളരെ കംഫർട്ടബിൾ ആണ്. കണ്ണുകൾക്ക് ഏറ്റവും ആനന്ദം പകരുന്ന, കണ്ണുകൾക്ക് അസ്വസ്ഥത സൃഷ്ടിക്കാത്ത വിധത്തിലുള്ള ഒരു വർണ്ണക്കൂട്ട് എല്ലാറ്റിലും നമുക്ക് ഭൂമുഖത്ത് കാണാൻ സാധിക്കും. അതുപോലെ നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെങ്കിൽ ഭൂമിയുടെ പ്രതലം മനുഷ്യന് വളരെ കംഫർട്ടബിൾ ആയിട്ട് അനുഭവപ്പെടുന്ന ഒരു പ്രതലാണ്. അതിനെ കൂടുതൽ കംഫർട്ടബിൾ ആക്കാനുള്ള ഒരു സാധ്യതയും ഭൂമുഖത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മനുഷ്യവാസത്തിന് ഒരു കുഞ്ഞിന് ഒരു തൊട്ടിൽ എന്ന പോലെ ഏറ്റവും ഏറെ കംഫർട്ടബിൾ ആയ ഒരു രീതിയിലാണ് ഭൂമിയെ അള്ളാഹു രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്തത് ഞാനാണ് എന്ന് അവകാശപ്പെടാൻ സാധിക്കുന്ന ആരും ഭൂമുഖത്തില്ല. ഞാൻ നിങ്ങളുടെ ഏറ്റവും വലിയ റബ്ബാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ തന്റെ അടിമത്തത്തിൽ തളച്ചിട്ടിരുന്ന ഫറോവക്ക് പോലും ഒരിക്കലും തന്നെ പറയാൻ കഴിയാത്തൊരു കാര്യമാണ് ഭൂമിയെ ഈ വിധത്തിൽ സജ്ജമാക്കി ഒരു തൊട്ടില് പോലെ കംഫർട്ടബിൾ ആക്കി വെച്ചിട്ടുള്ളത് താനാണ് എന്നത്. അയാൾ ഒരു നാളിൽ ഭൂമിയിൽ പിറവിയെടുത്ത ഒരാളാണ്. മറ്റൊരു അവസരത്തില് കാലം കഴിയുമ്പോൾ മരിച്ചു പോകാനും ഉള്ളതാണ്. അങ്ങനെ ഒരാൾക്ക് ഒരിക്കലും തന്നെ ഭൂമിയെ ഈ വിധത്തില് ഏറ്റവും കംഫർട്ടബിൾ ആയ, സുഖപ്രദമായ ഒരു തൊട്ടില് പോലെ സജ്ജീകരിച്ചു വെച്ചിരിക്കുന്നത് താനാണ് എന്ന് അവകാശപ്പെടുക സാധ്യമല്ല. ഇത് അള്ളാഹു ചെയ്തു വെച്ചിരിക്കുന്നതാണ്, നിങ്ങൾക്കായിട്ട് ഒരുക്കി വെച്ചതാണ് എന്നാണ് ഇവിടെ അള്ളാഹു മൂസ അലൈഹി ഇസ്ലാമിന്റെ വാക്കുകളുടെ തുടർച്ചയായിട്ട് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നത്. വസലക്കലക്കും ഫീഹ സുബുല. മറ്റൊരു കാര്യം പറയുന്ന ഇതാണ്, നിങ്ങൾക്കായി അവൻ ഭൂമിയുടെ ഉപരിതലത്തിൽ സഞ്ചാരമാർഗങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നു. വസലക്കലക്കും ഫീഹ സുബുല. ഒരുപാട് നിഗൂഢതകൾ അടങ്ങിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഭൂമുഖത്ത് നമ്മൾ കാണുന്ന സകല വീഥികളും സകല വഴികളും റോഡുകളും അതുപോലെയുള്ള നടപ്പാതകളും ഒക്കെ പോലെയുള്ള സകല വഴികളും ഇതൊക്കെ രൂപകൽപ്പന ചെയ്ത് ഇന്ന് നമ്മൾ കാണുന്ന പോലെയുള്ള വഴികൾ, സഞ്ചാരമാർഗങ്ങളൊക്കെ ആക്കിയിട്ടുള്ളത് മനുഷ്യരാണ് എന്നത് നമുക്ക് അറിയാവുന്നതാണ്. മനുഷ്യന്റെ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ അതിന്റെ നാൾവഴികൾ ഓരോന്നോരോന്നായിട്ട് കണ്ടെത്താൻ സാധിക്കും. പക്ഷെ അള്ളാഹു കൂടെ പറയുന്നത് വസലക്കലക്കും ഫീഹ സുബുല, നിങ്ങൾക്കായിട്ട് നാം ഭൂമിയിൽ സഞ്ചാരമാർഗങ്ങൾ ഒരുക്കി തന്നു എന്നതാണ്. നമ്മുടെ ഗതാഗത മാർഗങ്ങൾ അതുപോലെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലും ഒക്കെയുള്ള പ്രയോജനപ്പെടുത്തുന്ന റോഡുകൾ, സഞ്ചാരമാർഗങ്ങൾ, നിരപ്പാക്കപ്പെട്ട പാതകൾ, അതിൻ്റെയൊക്കെ ചരിത്രത്തിലേക്കൊന്ന് നമുക്ക് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ഒരു ഘട്ടത്തിൽ അങ്ങനെ റോഡുകളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അന്ന് ഭരണം കൈയാളിയിരുന്ന ആളുകൾ ആരോ മുൻകൈ എടുത്തുകൊണ്ട് അതിലൂടെ ഒരു പാത നിർമ്മിക്കാൻ വേണ്ടി ഒരു പഠനം ആദ്യമേ നടത്തി ഏറ്റവും യോജിച്ച പാത ഏതിലൂടെയാണ് നിർമ്മിക്കാൻ സാധിക്കുക എന്നതൊക്കെ വിലയിരുത്തി പഠിച്ച് ഒരു റിപ്പോർട്ടൊക്കെ അവതരിപ്പിക്കപ്പെട്ട് അത് ഫുൾ പ്രൂഫ് ചെയ്ത് അതിന്റെ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തി അങ്ങനെ മനുഷ്യര് ഘട്ടം ഘട്ടമായിട്ട് രൂപപ്പെടുത്തിയെടുത്തതാണ് ഭൂമിയുടെ ഉപരിതലത്തിലുള്ള പാതകൾ, സഞ്ചാരമാർഗങ്ങൾ. അത് കടലിലുള്ള സഞ്ചാരമാർഗങ്ങളും അതുപോലെ ആകാശത്തിലൂടെയുള്ള സഞ്ചാരമാർഗങ്ങളും ഒക്കെ അതിനോട് ചേർത്ത് നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്നത് തന്നെയാണ്. പക്ഷെ ഈ രൂപകൽപ്പന ചെയ്തതിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായിട്ടും
അത് നിർണയിച്ചിരിക്കുന്നത് ദൈവികമായ ചില നടപടികളിലൂടെയാണ് എന്നത് മനസ്സിലാക്കാൻ പറ്റും. നമ്മളിപ്പോ ഈ മലയോര ഹൈവേ കേരളത്തിൽ അതിന്റെ നിർമ്മാണം വിജയകരമായി പൂർത്തീകരിച്ച ഒരു ഘട്ടത്തിലാണല്ലോ. അതിന് എങ്ങനെ റൂട്ട് നിർണയിക്കപ്പെട്ടു? പഴയ കാലത്ത് കേരളത്തിന്റെ തീരദേശത്തു കൂടി ഉണ്ടായ ടിപ്പു സുൽത്താന്റെ കാലത്ത് നിർമ്മിച്ച റോഡ്, ആ സഞ്ചാര മാർഗം എങ്ങനെയാണ് ആളുകൾ ആ ഘട്ടത്തില് ആ റൂട്ടൊക്കെ നിർണയിച്ചുകൊണ്ട് നിർമ്മിക്കുകയുണ്ടായത്. അതുപോലെ വളരെ പ്രസിദ്ധമായ സിൽക്ക് റൂട്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന രാജ്യാന്തര സഞ്ചാരപാതകൾ, ഇങ്ങനെയുള്ള പ്രമുഖമായ സഞ്ചാരപാതകളെ നമ്മൾ നിരീക്ഷിച്ചാൽ നമുക്കറിയാം പ്രകൃതിയില് അള്ളാഹു വെച്ചിരിക്കുന്ന ചില പ്രതിഭാസങ്ങളെ റെക്കൺ ചെയ്തുകൊണ്ട് അവയെ പരിഗണനയിൽ എടുത്തുകൊണ്ട് ഏറ്റവും എളുപ്പമുള്ള ദൈർഘ്യം കുറഞ്ഞ വഴിയിലൂടെ മനുഷ്യർ കണ്ടെത്തിയ സഞ്ചാര മാർഗങ്ങളാണ്. പിന്നീട് അത് വെട്ടിത്തെളിച്ച് നിരപ്പാക്കി വാഹനങ്ങൾക്ക് ഉരുളാൻ പറ്റുന്ന വിധത്തിൽ മിനുസപ്പെടുത്തി എടുത്തതാണ്. പക്ഷെ പ്രകൃതിയില് അള്ളാഹു തന്നെ ഇങ്ങനെയുള്ള സുബുലുകള് രൂപപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു എന്നതാണ് വളരെ അത്ഭുതകരമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന ഒരു കാര്യം. നമുക്ക് അതിന്റെ സ്വാഭാവികത കാരണമായിട്ട് ഒരുപക്ഷെ നമ്മുടെ മനസ്സ്, നമ്മുടെ ശ്രദ്ധ അതിന്റെ അത്ഭുതകരമായ വശങ്ങളിലേക്ക് പോകുന്നുണ്ടാവില്ല. അത് കാരണം നൂറ്റാണ്ടുകളിലൂടെയാണ് സഞ്ചാരപഥങ്ങള് രൂപപ്പെട്ടു വന്നിട്ടുള്ളത് എന്നതുകൊണ്ടാണ്. ഇപ്പോ ദർബ് സുബൈദ എന്ന പേരിൽ അറിയപ്പെടുന്ന വളരെ പ്രസിദ്ധമായ ഒരു സഞ്ചാരപാത അറേബ്യയിലൂടെ കടന്നു പോകുന്നത്, അത് ചരിത്രത്തിൽ വലിയ ഇടം നേടിയ, വലിയ പ്രസക്തി ഉണ്ടായിരുന്ന ഒരു സഞ്ചാരപാതയാണ്. അതുപോലെ കഴിഞ്ഞ നൂറ്റാണ്ട് ഏകദേശം ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് അങ്കാറയിൽ നിന്ന് മദീന വരെ എത്തിയ ഒരു റെയിൽപാത ഉണ്ടായിരുന്നു. പിന്നീട് അത് നശിപ്പിക്കപ്പെട്ടതാണ്. അറബ് ഇസ്ലാമിക ഖിലാഫത്തിനെതിരിൽ രൂപപ്പെട്ടു വന്ന പ്രക്ഷോഭങ്ങളുടെ പുറകിലുണ്ടായിരുന്ന ആളുകൾ ഉപചാപം ചെയ്ത് നശിപ്പിച്ചതാണത്. അപ്പോ ആ വഴി ഈ അങ്കാറ മുതൽ മദീന വരെ ഹജ്ജിനുള്ള യാത്ര എളുപ്പമാക്കാൻ വേണ്ടി നിർമ്മിച്ചതായിരുന്നു ആ റെയിൽപാളം. അത് തുർക്കിയിലെ അങ്കാറ മുതൽ അറേബ്യയിലെ മദീന വരെ, മദീനയിൽ നിന്ന് അങ്ങോട്ട് മക്കയിലേക്ക് നീണ്ടുപോകേണ്ട ഒരു പാതയായിട്ട് രൂപകൽപ്പന ചെയ്യപ്പെട്ടതായിരുന്നു. അപ്പൊ ഈ പാതകളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് നാച്ചുറലായ പ്രതിഭാസങ്ങൾ, പർവ്വതങ്ങൾ, അതുപോലെ മരുഭൂമി, നദികള്, സമുദ്രം, ഇങ്ങനെയൊക്കെയുള്ള, അതുപോലെ ഈ ഭൂമിയുടെ ഉയർച്ച താഴ്ചകള്, അതുപോലെ ജലമൊഴുക്ക്, നീരൊഴുക്ക്, ഇങ്ങനെയൊക്കെയുള്ള പല സുപ്രധാനമായ ഘടകങ്ങളെയും പരിഗണനയിൽ എടുത്തുകൊണ്ട് മനുഷ്യൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഈ പാതകൾ എന്ന് കാണാൻ കഴിയും. പക്ഷെ അത് അങ്ങനെയല്ലാതെ രൂപകൽപ്പന ചെയ്യുക എന്നത് അസാധ്യമാണ് എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. ഒരു റോഡ് ഉണ്ടാക്കാൻ, ഒരു സഞ്ചാരപാത ഉണ്ടാക്കാൻ നമ്മൾ റൂട്ട് നിർണയിക്കുമ്പോൾ അത് ശരിയായ വിധത്തില് ആ പ്രദേശത്തെ പഠന വിധേയമാക്കിക്കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിന് ഏറ്റവും വലിയൊരു സ്വാഭാവികത ഉണ്ടായിരുന്നു എന്നത് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കാണാൻ കഴിയും. ആ സ്വാഭാവികതയുടെ ഉപജ്ഞാതാവ് ആരാണ് എന്നതും നമുക്ക് ആലോചിക്കാവുന്നതാണ്. അള്ളാഹുവിടെ പറയുന്നത് വസലക്കലക്കും ഫീഹാ സുബുല, ആ ഭൂമുഖത്ത് നിങ്ങൾക്കായിട്ട് അവൻ അതിനൊരു ഒരു തൊട്ടിലായിട്ട് നിങ്ങൾക്ക് രൂപകൽപ്പന ചെയ്ത് തന്ന അതേ റബ്ബ് ഭൂമിയുടെ ഉപരിതലത്തിലൂടെ നിങ്ങൾക്ക് സഞ്ചാര മാർഗങ്ങള് ഒരുക്കി തരികയും ചെയ്തിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അൻസല മിനസ്സമാഇ മാഅ, ആകാശത്ത് നിന്ന് അവൻ മഴ വർഷിപ്പിച്ചു തന്നു. ഫഅഖ്റജ്നാ ബിഹി അസ്വാജൻ മിൻ നബാത്തിൻ ശത്ത, എന്നിട്ട് അതുവഴി ആകാശത്ത് നിറക്കിയ മഴ, ജലം, അത് എല്ലായിടത്തും പതിക്കുകയാണ്. അതിൽ നിന്ന് വൈവിധ്യമാർന്ന
സസ്യലതാദികളെ അവൻ ഉൽപ്പാദിപ്പിച്ചു തരികയും ചെയ്തു. ഒരേ വെള്ളം, ഒരേ ജലം. ആ ജലം ഭൂമിയിൽ വീണിട്ട് ഭൂമി മുളപ്പിക്കുന്നത് വളരെ വൈവിധ്യമുള്ള സസ്യങ്ങളുടെ, ചെടികളുടെ, വൃക്ഷങ്ങളുടെ ഒക്കെ ജോഡികളെയാണ്. അപ്പോ ഫഅഖ്റജ്നാ ബിഹി, അങ്ങനെ അവൻ അത് മുഖേന പുറപ്പെടുവിച്ചു തന്നിരിക്കുന്നു. അസ്വാജം മിൻ നബാത്തിൻ, സസ്യങ്ങളുടെ ജോഡികളെ, സസ്യങ്ങളുടെ, ചെടികളുടെ, വൃക്ഷങ്ങളുടെ ഒക്കെ ജോഡികളെ, അതിൽ ആൺ പെൺ വ്യത്യാസമുള്ള മരങ്ങളും ചെടികളുമാണുള്ളത്. അപ്പോ അങ്ങനെയുള്ള ചെടികൾ എങ്ങനെയാണ്? ശത്ത എന്നാണ് അള്ളാഹുവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക്. വൈവിധ്യമുള്ള, മനുഷ്യന്റെ പ്രയത്നങ്ങൾ വൈവിധ്യമുള്ളതാണ് എന്ന് പറയുന്നൊരിടത്തും ഖുർആനില് ഇന്ന സഅയക്കും ലശത്ത എന്ന് പറയുന്ന കാണാൻ കഴിയും. ചെടികളും വൃക്ഷങ്ങളും മരങ്ങളും ഒക്കെ തന്നെ വല്ലാത്ത രുചിഭേദങ്ങളും വാസനയിൽ വ്യത്യാസമുള്ളതും ഘടനയിലും കരുത്തിലും കഴിവിലും ഒക്കെ വ്യത്യാസമുള്ളതാണ്. രണ്ട് മരങ്ങളുടെ ഇലകൾ ഒരുപോലെയല്ല. ഒരേ ഇനമായിട്ട് നമ്മൾ കരുതുന്ന മാമ്പഴം നൽകുന്ന വൃക്ഷങ്ങൾ, അതിൽ തന്നെ നൂറുകണക്കിന് വൈവിധ്യമുള്ള മാമ്പഴങ്ങളാണുള്ളത്. അതിന്റെ ഇലകളോ അതിന്റെ തടിയോ ഒന്നും തന്നെ ഒരുപോലെയല്ല. നമുക്ക് മാവിന്റെ ഇല കണ്ടിട്ട് ഏത് ഇനം മാവാണ് എന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ അറിയുന്നവർക്ക് കണ്ടെത്താൻ കഴിയും. വലിയ പ്രയാസമൊന്നുമില്ല. മാങ്ങയുടെ ഘടന കണ്ടുകൊണ്ട്, രൂപം കണ്ടുകൊണ്ട് പറയാൻ കഴിയും. രുചിച്ചു നോക്കിയിട്ട് പറയാൻ കഴിയും. അതിന്റെ വാസന കൊണ്ട് പറയാൻ കഴിയും. ഇങ്ങനെയുള്ള വൈവിധ്യമുള്ള വിധത്തിലാണ് സസ്യ ജോഡികളെ അള്ളാഹു ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. ഒരേ ഒരു മഴയാണ് അതിനൊക്കെ പ്രേരണയായിട്ടുള്ളത്. ആകാശത്തു നിന്ന് അവൻ ഇറക്കിയ മഴ, ജലം, അതാണ് ഭൂമിയിൽ ഈ ചെടികളെയും മരങ്ങളെയും വൃക്ഷങ്ങളെയൊക്കെ മുളപ്പിച്ചിരിക്കുന്നത്. അത് ജോഡികളായിട്ടാണ് അവൻ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. അത് വൈവിധ്യമുള്ള വിഭവങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന വിധത്തിലുമാണ്. അപ്പോൾ വൈവിധ്യമുള്ള രുചിഭേദങ്ങളോട് കൂടിയ ഫലങ്ങൾ നൽകുന്ന സസ്യങ്ങളുടെ ജോഡികളെ ഈ മഴ കാരണമായിട്ട് അവൻ ഉൽപ്പാദിപ്പിച്ചു തന്നിരിക്കുന്നു. എന്നിട്ട് അവൻ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്: കുലു, നിങ്ങൾ തിന്നോളൂ, വേണ്ടത് ഭക്ഷിച്ചോളൂ. വറഉ അൻആമക്കും, നിങ്ങളുടെ കന്നുകാലികളെ നിങ്ങൾ മേയ്ക്കുകയും ചെയ്യുക. നിങ്ങൾ വേണ്ടതൊക്കെ പറിച്ചു തിന്നോളൂ. മാത്രമല്ല നിങ്ങളുടെ കന്നുകാലികൾക്ക് നിങ്ങൾ പറിച്ചു കൊടുത്തോളൂ, അവയെ മേയിച്ചോളൂ. ഭൂമിയിൽ അള്ളാഹു മുളപ്പിച്ചിരിക്കുന്ന സസ്യലതാദികൾ അത് ഒരു പ്രയോജനത്തിനു വേണ്ടി ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരിക്കുന്നവയാണ്. മനുഷ്യന് ഭക്ഷ്യവിഭവങ്ങളായിട്ട് പ്രയോജനപ്പെടുത്താം. മനുഷ്യൻ അവന്റെ വിഭവങ്ങൾ ആയിട്ട് പ്രയോജനപ്പെടുത്തുന്ന തരം മൃഗങ്ങളുണ്ട്. ആ മൃഗങ്ങൾക്ക്, കന്നുകാലികൾക്ക് അവയിൽ നിന്ന് ഭക്ഷ്യവസ്തുക്കൾ കണ്ടെത്തുകയും ചെയ്യാം. അള്ളാഹു നിർദ്ദേശിക്കുന്നത് കുലു, നിങ്ങൾ അന്ന് ഭക്ഷിച്ചോളൂ. വറഉ അൻആമക്കും, നിങ്ങളുടെ അൻആമിനെ, നിങ്ങളുടെ കന്നുകാലികളെ നിങ്ങൾ മേയ്ക്കുകയും ചെയ്തോളൂ. ഭൂമുഖത്ത് അള്ളാഹു ഉൽപ്പാദിപ്പിച്ചിരിക്കുന്ന സസ്യങ്ങളും ചെടികളും വൃക്ഷങ്ങളും ഒക്കെ അവയെ തിന്നാൻ വേണ്ടി നിങ്ങളുടെ കന്നുകാലികൾക്ക് സൗകര്യം ഒരുക്കി കൊടുത്തോളൂ. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഉലിൻ നുഹ, നിശ്ചയമായിട്ടും ഇതില്, ഈ ഒരു കാര്യത്തില് ബുദ്ധിയുള്ള ആളുകൾക്ക് കൃത്യമായ സൂചനകൾ അടങ്ങിയിട്ടുണ്ട്. ഇതൊന്നും യാദൃച്ഛികമായി ഉണ്ടായതാണ് എന്ന് ഒരാൾക്കും പറയാൻ സാധ്യമല്ല. കാരണം ഇതൊക്കെ തന്നെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്. ചില സസ്യങ്ങളുടെ ഉൽപാദനത്തിന് വേറെ ചില സസ്യങ്ങൾ വളമായി മാറുന്നുണ്ട്. ചില കാർഷികമായിട്ട് ചില സംഗതികൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ വേറെ ചില സസ്യങ്ങളെ നമ്മൾ വെട്ടിമുറിച്ച് വളമായി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന് നന്നായി വളരാൻ, തഴച്ചു വളരാൻ അത് കാരണമാകുന്നു. ചില ചെടികള് ചില ജീവജാലങ്ങൾക്കുള്ള ഭക്ഷണമാണ്. ആ ജീവജാലങ്ങള്
മനുഷ്യനും വേറെ ചില മൃഗങ്ങൾക്കും ഒക്കെയുള്ള ഭക്ഷണമാണ്. അപ്പൊ ഇതൊക്കെ തമ്മിൽ പരസ്പരം ബന്ധമുള്ള വിധത്തില് അള്ളാഹു രൂപകൽപ്പന ചെയ്തിരിക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ. ബുദ്ധിയുള്ള ആളുകൾക്ക് ഈ പരസ്പരമുള്ള ബന്ധം വായിച്ചെടുക്കാൻ ശ്രമിച്ചാൽ തന്നെ വസ്തുതകൾ മനസ്സിലാക്കാൻ സാധിക്കും. ദൈവികമായ ദൃഷ്ടാന്തങ്ങളാണ് ഇതൊക്കെ തന്നെ. ഇപ്പൊ മനുഷ്യൻ വർണ്ണം പ്രയോജനപ്പെടുത്തുന്ന ആളുകളാണ്. അവന്റെ വസ്ത്രനിർമ്മാണത്തിന്, ചിത്രകലയുടെ ആവശ്യത്തിന്, അതുപോലെയുള്ള നൂറ് ആവശ്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ വർണ്ണം പ്രയോജനപ്പെടുത്തുന്നു. എവിടുന്നാണ് മനുഷ്യന് ഈ വർണ്ണങ്ങൾ ലഭിക്കുന്നത്? അത് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. വീട് നിർമ്മാണത്തിനും കെട്ടിട നിർമ്മാണത്തിനും ഒക്കെ ആയിട്ട് മനുഷ്യൻ വൃക്ഷങ്ങളുടെ തടി ഉപയോഗപ്പെടുത്താറുണ്ട്. ഇങ്ങനെ ഒരുപാട് പരസ്പര ബന്ധിതമായ കാര്യങ്ങളാണ് ഭൂമുഖത്ത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ആരാണ് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് മനുഷ്യന് ഇങ്ങനെ ഒരു പ്രയോജനം ഉണ്ടാകും, ചരിത്രത്തിന്റെ ഒരു ഘട്ടത്തിൽ മനുഷ്യന് ഇങ്ങനെ സംഗതികൾ ആവശ്യമായിട്ട് വരും എന്ന് കണ്ടുകൊണ്ട് മുൻകൂട്ടി ഇത് ആസൂത്രണം ചെയ്തു വെച്ചിട്ടുള്ളത് എന്നത് ബുദ്ധിയുള്ളവര് ആലോചിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന കാര്യമാണ്. അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്ന അതാണ്. കുലു വറഉ അൻഅമകും ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഉലിൻ നുഹ. നുഹ എന്ന് പറഞ്ഞാൽ ബുദ്ധി, മസ്തിഷ്കം എന്നൊക്കെയാണ് സൂചന. ഉലുന്നുഹ് എന്ന് പറഞ്ഞാൽ ഉലുന്നുഹ, ബുദ്ധിയുള്ള കൂട്ടർ, ബുദ്ധിയുള്ള ആളുകൾ. ബുദ്ധിയെ ചിന്താശേഷിയോടുകൂടി പ്രയോജനപ്പെടുത്തുന്ന ആളുകളാണ് ദൈവിക ദൃഷ്ടാന്തങ്ങളുടെ ഉള്ളറകള് തിരിച്ചറിയുകയും അവയുടെ സൂചനകളെ വായിച്ചെടുക്കുകയും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും ചെയ്യുന്നത്. എന്നിട്ട് അള്ളാഹു ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുകയാണ്. മിൻഹാ ഖലഖ്നാകും, ഈ ഭൂമിയിൽ നിന്നാണ് നാം നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. വഫീഹാ നുഈദുകും, ഈ ഭൂമിയിലേക്കാണ് നാം നിങ്ങളെ മടക്കി അയക്കാനിരിക്കുന്നത്. വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ, മറ്റൊരു സന്ദർഭത്തിൽ നിങ്ങളെ നാം വീണ്ടും പുറത്തു കൊണ്ടുവരുന്നതും ഈ ഭൂമിയിൽ നിന്ന് തന്നെയാണ്. വളരെ പ്രസക്തമായ 2-3 കാര്യങ്ങളാണ് അള്ളാഹു മനുഷ്യന്റെ ഭാഗധേയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ പറയുന്നത്. മനുഷ്യന്റെ ഉത്ഭവം, അവന്റെ ശരീരം കീറി മുറിച്ച് രാസപരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ അതിലുള്ള സകല ഘടകങ്ങളും ഈ മണ്ണിലുള്ളത് തന്നെയാണ് എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. മണ്ണിൽ നിന്നാണ്, ഈ ഭൂമിയിൽ നിന്നാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടുള്ളത്. മിൻഹാ ഖലഖ്നാകും. ഇനി മനുഷ്യൻ മരിച്ചു പോകുന്നതോടുകൂടി അവന് മണ്ണിലാണ് അലിഞ്ഞു ചേരുന്നത്. അത് ആകാശത്തിലേക്ക് ഉയർന്നു പോകുന്നില്ല. മനുഷ്യന്റെ ശരീരം പൂർണ്ണമായിട്ടും മണ്ണിലാണ് അലിഞ്ഞു ചേരുന്നത്. മാംസം വളരെ വേഗത്തിൽ അലിഞ്ഞു ചേരുന്നു. അസ്ഥികള് കാലങ്ങൾ എടുത്തുകൊണ്ട് പൊടിഞ്ഞ് ദ്രവിച്ച് മണ്ണിൽ അലിഞ്ഞു ചേരുന്നു. അപ്പോ അങ്ങനെ മണ്ണിലാണ് മനുഷ്യർ അലിഞ്ഞു ചേരുന്നത്. ഇനി അള്ളാഹു പ്രവചിച്ച വിധത്തിൽ നമ്മളോട് വളരെ ദൃഢബോധ്യത്തോടു കൂടി വിശ്വസിക്കാൻ ആവശ്യപ്പെട്ട മരണാനന്തരം ഒരു പുനരുത്ഥാനം എന്നൊരു പ്രതിഭാസമുണ്ട് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു കാര്യം, ആ ഒരു സംഗതി നിലവിൽ വരാൻ പോകുന്നതും ഈ മണ്ണിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നുകൊണ്ടാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ പലയിടത്തും ഇതിന്റെ വേറെ ചില ആംഗിളുകൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഒരിടത്ത് ജറാദിനെ പോലെ, വെട്ടുകിളികളെ പോലെ അസംഖ്യം അങ്ങ് ചെറിയ ചെറിയ സുഷിരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന, മണ്ണിലെ സുഷിരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന വെട്ടുകിളികളെ പോലെ, ലോക്കസ്റ്റുകളെ പോലെ മനുഷ്യർ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് മണ്ണിൽ നിന്ന് അസംഖ്യം ആളുകൾ അങ്ങനെ പുറപ്പെട്ടു വരുന്ന ഒരു കാഴ്ച ഖുർആൻ വിവരിക്കുന്നുണ്ട്. മനുഷ്യനൊരു ഏകദേശ ചിത്രം അള്ളാഹു വരച്ച് കാണിച്ചു കൊടുത്തതാണ്. ഭൂമുഖത്ത് ആയിരക്കണക്കിന് വർഷങ്ങൾക്കുള്ളിലായിട്ട് മനുഷ്യർ പലയിടങ്ങളില്
മരിച്ചു വീണ് കിടക്കുന്നുണ്ട്. പലരും വേണ്ട വിധത്തില് കുഴിമാടങ്ങളിൽ അടക്കപ്പെട്ടവരൊക്കെയാണ്. ഈ ആളുകളൊക്കെ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് അള്ളാഹു കാഹളത്തില് ഊതാൻ നിർദ്ദേശിക്കപ്പെടുന്നതോടുകൂടി ഇവരൊക്കെ തന്നെ മണ്ണിൽ നിന്ന്, അവർ കിടന്നിരുന്ന സുഷിരങ്ങളിൽ നിന്ന്, ഖബറുകളിൽ നിന്ന് ഒക്കെയായി പുറപ്പെട്ടു വരികയാണ്. അതിനെ അള്ളാഹു താരതമ്യം ചെയ്യുന്നത് മണ്ണിലെ സുഷിരങ്ങളിൽ നിന്ന് ലോക്കസ്, വലിയ എണ്ണം വെട്ടുകിളികള് ഒന്നാകെ കൂട്ടം കൂട്ടമായിട്ട് പറന്നു വരുന്ന ആ പ്രതിഭാസത്തോടാണ് അള്ളാഹു ഉപമിക്കുന്നത്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മണ്ണിൽ അലിഞ്ഞു ചേർന്ന മനുഷ്യ ശരീരത്തിന്റെ വളരെ സൂക്ഷ്മമായ ഒരു കണിക മതി അവനെ വീണ്ടും അവന്റെ പൂർവസ്ഥിതിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത് ഓടിയെത്തുന്ന വിധത്തില് ആക്കി മാറ്റുവാൻ. അള്ളാഹു കുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവിച്ചിരിക്കും. മണ്ണിൽ അലിഞ്ഞു ചേർന്ന മനുഷ്യ ശരീരത്തില് മനുഷ്യന് തന്നെ സാധിക്കുന്നുണ്ട്. മനുഷ്യൻ DNA അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിലെ ഒരു സെല്ല് വെച്ചുകൊണ്ട് ക്ലോൺ ചെയ്ത് ജീവജാലങ്ങളെ പുനഃസൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിൽ വിജയിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ശരീരത്തിലെ ഒരു എലമെന്റ് എടുത്തുകൊണ്ട്, ഒരു കോശം ഡെവലപ്പ് ചെയ്തെടുത്തുകൊണ്ട് ആ ജീവിയെ പുനഃസൃഷ്ടിക്കുക എന്നൊരു സംഗതി. ഇത് മനുഷ്യന്റെ പരീക്ഷണങ്ങൾക്ക് വിജയം കാണിക്കാൻ സാധിച്ച ഒരു സംഗതിയാണെങ്കിൽ അള്ളാഹു ഇവിടെ പറയുന്നത് മണ്ണില് അലിഞ്ഞു ചേർന്ന മനുഷ്യ ശരീരത്തിന്റെ ഘടകങ്ങളെ വീണ്ടും പൂർവസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക എന്നത് അത് അള്ളാഹു നിശ്ചയിച്ചൊരു സംവിധാനമാണ്, ഒരു പ്രക്രിയയാണ്. അള്ളാഹു ഈ ഭൂമിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറയുന്നത് മിൻഹ ഖലഖ്നാക്കും, ഇതിൽ നിന്നാണ് നാം നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. വഫീഹ നുഈദുക്കും, ഇതിലേക്കാണ് നാം നിങ്ങളെ മടക്കാൻ പോകുന്നത്. വമിൻഹ നുഖ്രിജുക്കും താറത്തൻ ഉഖ്റ, ഇതിൽ നിന്നാണ് നിങ്ങളെ നാം വീണ്ടും പുറത്തു കൊണ്ടുവരാൻ പോകുന്നത് എന്നാണ് അള്ളാഹു പറയുന്നത്. ആളുകളെ, മരിച്ച ആളുകളെ മറമാടുമ്പോൾ നമ്മൾ പറയുന്ന വാചകങ്ങൾ കൂടിയാണിത്. മിൻഹ ഖലഖ്നാക്കും വഫീഹ നുഈദുക്കും വമിൻഹ നുഖ്രിജുക്കും താറത്തൻ ഉഖ്റ എന്ന്. മരിച്ചവരെ മറവ് ചെയ്യുമ്പോൾ ഓരോ പിടി മണ്ണ് അല്ലെങ്കിൽ 3 പിടി വീതം മണ്ണ് ഇട്ടുകൊണ്ട് നമ്മൾ ഉരുവിടുന്ന വാചകങ്ങൾ വിശുദ്ധ ഖുർആനിൽ നിന്ന്, അത് സൂറത്ത് ത്വാഹയിലെ ഈ വാചകം എടുത്തുകൊണ്ടാണ് നമ്മൾ ആ സന്ദർഭത്തിൽ ചൊല്ലാറുള്ളത്. അപ്പോ ഈ മണ്ണ് ഇതിനെയൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട്. കോടാനുകോടി മനുഷ്യരെ അവരുടെ പുനർജീവിപ്പിക്കപ്പെടാൻ പോകുന്ന ശരീരഘടകങ്ങൾ ഈ മണ്ണിൽ കിടക്കുന്നുണ്ട്. അത് എവിടെ കിടക്കുന്നതാണെങ്കിലും അള്ളാഹുവിന്റെ ഒരു കൽപ്പന ഉണ്ടാകുന്നതോടുകൂടി അവയൊക്കെയും തന്നെ ജീവനുള്ളതായി മാറി അള്ളാഹുവിന്റെ മുന്നിലേക്ക് ഓടിയെത്തും എന്നാണ് ഖുർആൻ നൽകുന്ന വെളിപ്പെടുത്തൽ ഇത് സംബന്ധമായിട്ട്. അപ്പോ ഈ മണ്ണിൽ നിന്നാണ് നിങ്ങളെ നാം ഒരു ഘട്ടത്തിൽ സൃഷ്ടിച്ചത്. ഈ മണ്ണിലേക്കാണ് നിങ്ങൾ മടങ്ങിപ്പോവാനുള്ളത്. അതുപോലെ ഈ മണ്ണിൽ നിന്നാണ് നാം നിങ്ങളെ വീണ്ടും പുറത്തു കൊണ്ടുവരാൻ മറ്റൊരവസരത്തിൽ പോകുന്നത്. ഇതാണ് അള്ളാഹുവോട് പറഞ്ഞു വെക്കുന്നത്. മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും അനിവാര്യമായ 3 ഘട്ടങ്ങളെയാണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത്. ജനനം മുതൽ മരണം വരെ ഭൂമുഖത്ത് ജീവിക്കുന്ന ഒരു കാലഘട്ടം, മരണം മുതൽ മറമാടപ്പെട്ട് മണ്ണില് കഴിയുന്ന അവൻ വീണ്ടും പുനർജീവിപ്പിക്കപ്പെടുന്ന 2ാമത്തെ കാലഘട്ടം, 3ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഈ പുനർജീവിപ്പിക്കപ്പെടുന്ന നാള് മുതൽ അവൻ ജീവിക്കാനിരിക്കുന്ന അനന്തമായ കാലം. ഈ 3 കാലത്തെയും സൂചിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു ഇവിടെ ഈ പ്രസ്താവന നടത്തുന്നത്. ഈ ആയത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു ആശയം മനുഷ്യന്റെ ജീവിതത്തിന്റെ 3 ഘട്ടങ്ങളും അവൻ അനുഭവിക്കാനിരിക്കുന്നത് ഈ ഭൂമുഖത്ത് തന്നെയാണ് എന്നതാണ്. വ്യത്യസ്തമായ രൂപഘടന ഈ ഭൂമിക്ക് അല്ലാഹു നൽകും എന്ന സൂചന ഖുർആൻ നൽകുന്നുണ്ട്. പക്ഷേ മനുഷ്യൻ പിറവിയെടുത്തത് ഈ മണ്ണിലാണ്, ജീവിച്ചത് ഈ മണ്ണിലാണ്.
മരിച്ചു വീണത്, മറമാടപ്പെട്ടത് ഈ മണ്ണിലാണ്. അതേ മണ്ണിൽ നിന്ന് തന്നെയാണ് അവൻ ഒരു ഘട്ടത്തില് പുറത്തു കൊണ്ടുവരപ്പെടാൻ പോകുന്നതും എന്നാണ് ഖുർആൻ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നത്. ഇത് സംബന്ധമായ ചില ആശയക്കുഴപ്പങ്ങള് ചിലരെങ്കിലും കൊണ്ട് നടക്കുന്നത് കാണാം. ആ ആശയക്കുഴപ്പത്തിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല. ആളുകള് ഈ കാര്യം വ്യക്തമായിട്ട് ഉൾക്കൊള്ളുകയേ വേണ്ടതുള്ളൂ. മനുഷ്യന്റെ സൃഷ്ടിപ്പ് മണ്ണിൽ നിന്നാണ്. മനുഷ്യൻ മരിച്ച് മറമാടപ്പെടാൻ പോകുന്നത് ഈ മണ്ണിലാണ്. അതുപോലെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കപ്പെടാൻ പോകുന്നതും ഇവിടെ തന്നെയാണ് എന്നതാണ് ഈ ആയത്ത് നൽകുന്ന സൂചന. ഈ ചുറ്റുപാടുകൾ ഇതുപോലെ തന്നെ ഉണ്ടാകും എന്ന നിലക്കല്ല അത് പറയുന്നത്. ഭൂമിയെ അല്ലാഹു ഇന്ന് നമ്മൾ കാണുന്നതല്ലാത്ത വിധത്തിലുള്ള മറ്റൊരു ഭൂമിയാക്കി മാറ്റും എന്ന് ഖുർആൻ പറയുന്നു. അതുകൊണ്ട് നമുക്ക് അല്ലാഹു ഏത് വിധത്തിലുള്ള പരിവർത്തനം നൽകാനാണോ ഈ ഭൂമിക്ക് അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളത്, ആ വിധത്തിലുള്ള പരിവർത്തനം സംഭവിച്ച വിധത്തിലായിരിക്കും മനുഷ്യന്റെ പുനരുത്ഥാനം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ആയത്തുകൾ, ഇന്ന് നമ്മൾ വായിച്ചിട്ടുള്ള 3 ആയത്തുകൾ, ഈ 3 ആയത്തുകളും അതിന്റെ സ്പീക്കർ ആരാണ്, സംസാരിക്കുന്നത് ആരാണ് എന്ന് പരിശോധിച്ചാൽ അത് അള്ളാഹു സംസാരിക്കുന്ന ശൈലിയിലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതിന്റെ മുമ്പ് നമ്മൾ വായിച്ച ആയത്തുകൾ മൂസ അലൈഹിസ്സലാം സംസാരിക്കുന്ന വിധത്തിലായിരുന്നു. അതിന്റെ തുടർച്ചയായിട്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആശയങ്ങൾ തന്നെയാണ് ഈ 3 ആയത്തുകളിലും അടങ്ങിയിട്ടുള്ളത്. പക്ഷെ ഇവിടെ സ്പീക്കർ, അതിന്റെ വോയിസ് മാറുകയാണ് എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാസുദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പഠനം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.